നമസ്കാരം. നാട്യവേദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗിങ് വീഡിയോ ആണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുട്ടികൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ദേവനന്ദയുടെ ഉപജില്ലാ കലോത്സവ ദിവസമാണിത്. അപ്പോൾ ആളുടെ മേക്കപ്പ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വീഡിയോ എടുക്കാം. കാരണം കുറേ ഈ കലോത്സവത്തിന് പോകുന്ന കുട്ടികൾക്കും അവരുടെ പാരൻസിനൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. കാരണം അവർ എത്ര മണിക്കാണ് മേക്കപ്പിന് വരുന്നത്, നമ്മുടെ ആ സ്ഥലത്ത് പോയിട്ട് അവർ എത്ര നേരം വെയിറ്റ് ചെയ്താണ് സ്റ്റേജിൽ കയറുന്നതൊക്കെ നിങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റും. അപ്പോൾ ആളത്തെ ടെൻഷനിലൊക്കെയാണ്, പക്ഷെ അത് പുറമേ കാണിക്കുന്നേ ഉള്ളൂ. ഇന്ന് എൻ്റെ നാടൊരു അടുത്താണ് സബ്ജിയിലാണ് ഞാൻ പോണത്. സ്കൂൾ തലത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, അതുകൊണ്ട് ഞാൻ സബ് ജില്ലയിൽ പോയാണ്. അപ്പം അതിനുള്ള മേക്കപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ആളെ ഞാൻ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതല്ല കേട്ടോ, അല്ലാതെ ആൾ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന വോയിസ് ഓവറിൽ സൗണ്ട് ഇത്തിരി വ്യത്യാസം കാണും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫസ്റ്റത്തെ വ്ളോഗിൽ തന്നെ വെറുതെ എൻ്റെ സൗണ്ട് ഒക്കെ നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് സൗണ്ട് ചേഞ്ചിങ് വരുത്തി ഇനി ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ദേവുവിൻ്റെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത്, പക്ഷെ പുറമേ അത് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആ ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചില്ലറ തമാശയിലൊക്കെ പറഞ്ഞ് ആൾ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പൊതുവെ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ടെൻഷനായിരിക്കും. കാരണം ഉൾത്തല മത്സരം പോലെ അല്ലല്ലോ, നമ്മുടെ ഉപജില്ലയിൽ ഒരുപാട് കുട്ടികളാണ്. അപ്പം അവരോടൊക്കെ മത്സരിക്കണ്ടേ, അപ്പം അതിൻ്റെ ടെൻഷൻ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവാറാണ്. അപ്പം നമ്മുടെ ദേവുവിൻ്റെ കോമ്പറ്റീഷൻ വന്നിട്ട് ആർനാട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ആളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് UP ലെവൽ ഫോക്ക് ഡാൻസിനാണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പും പരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവൾക്ക് 2 മണിക്കാണ് UP ലെവൽ ഫോക്ക് ഡാൻസിന് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-3:30 മണി ആവും. എന്നാലും മേക്കപ്പിന് ആളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ വിളിച്ചായിരുന്നു. എന്നിട്ട് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഇത്തിരി സമാധാനം എടുത്ത് നമ്മളൊന്ന് മേക്കപ്പ് ചെയ്ത ഡ്രസ്സിങ്ങും ഹെയറൊക്കെ ചെയ്താലേ ശരിയാവത്തുള്ളൂ. കാരണം സബ് ജില്ലയാണ്, അതിൻ്റെ നമ്മൾ സ്കൂൾ ലെവലിൽ എങ്ങനെയാണോ ചെയ്തത് അതിനേക്കാളും ഒരു 2 സ്റ്റെപ്പ് മുകളിലെങ്കിലും മേക്കപ്പിലായിക്കോട്ടെ ഹെയർ സ്റ്റൈലായിക്കോട്ടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്രയ്ക്കും ഒന്ന് വെപ്രാളം കാണിക്കാതെ സമാധാനത്തിന് ആളെ ഒരുക്കാനും ഹെയർ കെട്ടാനും ആൾക്കൊരു ഫ്രീ മൈൻഡ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നേരത്തെ വിളിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ച് വിളിച്ചത്, കാരണം 2 മണിക്കുള്ള കോമ്പറ്റീഷന് 12 മണിക്ക് ആളെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചത്. നമുക്ക് അത്രയും ടൈം പോരാ. പക്ഷേ ഉപജില്ല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആവും. അപ്പം അതിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ആളൊരു 12 മണിയായപ്പോഴേ മേക്കപ്പിന് വിളിക്കാമെന്ന് തീരുമാനിച്ചത്. ആളുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മുടിയാണ് കെട്ടാൻ പോകുന്നത്. ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ചെലങ്കയും പിന്നെ വളയും കൂടെ ഇട്ടാൽ മാത്രം മതി, അതിന് വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാം ഇനി ആയിട്ടുണ്ട്. ഇനി എനിക്ക് സബ്ജിയിൽ പോകണം. അങ്ങനെ തന്നെ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ആളത്തിൻ്റെ റിലേറ്റീവിൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ഇരിക്കുന്ന കുട്ടി അവളെ ചേട്ടനാണ് കേട്ടോ. ആൾ ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളെ ദേവുവിന്. നമ്മൾ ആർനാട് സ്കൂളിലേക്ക് എത്തി.
നമ്മൾ എത്തിയപ്പോൾ ഒരു 4 മണി ആയിട്ട് പോലും നമ്മുടെ UP ലെവൽ ഫോക്ക് ഡാൻസ് തുടങ്ങിയിട്ട് പോലും ഇല്ല. 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞതാ. നമ്മൾ എത്തിയപ്പോൾ 4 മണി, എന്നിട്ടും പോലും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആളുക ഇങ്ങനെ ഇരിപ്പുണ്ട്. എപ്പോൾ തുടങ്ങും എന്ന് കളിച്ചുകൊണ്ടാ മതി എന്ന രീതിക്ക്. നമ്മുടെ UP ലെവൽ ഫോക്ക് ഡാൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 മണിയോളമായി. അപ്പോൾ നമ്മുടെ ദേവുവിന് 25-50 നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഫ്രണ്ട് ഇരുന്ന് എല്ലാവരും ബാക്കിയുള്ള അവർക്ക് മുമ്പുള്ള കുഞ്ഞുങ്ങളെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയോളം ആയിട്ടുണ്ട്. ആള് ഏകദേശം എത്താറായി. എന്നാലും ആള് പുറത്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അത് ആളുടെ അച്ഛനാണ് കേട്ടോ. ആള് ഭയങ്കര സപ്പോർട്ടീവാ ദേവുവിന്. ആളുടെ അമ്മയും അവളുടെ അച്ഛനും ചേട്ടനും അമ്മമ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അത് തന്നെയാണ് അവളുടെ ഒരു ധൈര്യം. സത്യം പറഞ്ഞാൽ പാരൻസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് ലെവലിൽ വേണം പോകാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു കുട്ടികൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ അത്. നമ്മുടെ ദേവുവിൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ ഒരു 7-8 മണിയോളം ആയി കേട്ടോ. നമ്മുടെ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടും. അപ്പം എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ആളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. കളിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആളിതാ കൈയൊക്കെ കുപ്പിയോളം കൊണ്ട് മുറിച്ച് പച്ചക്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് കൈയുടെ ഇപ്പം കാണിച്ച് ചെറിയ മുറിവ്. പക്ഷേ തിരിച്ച് വീട്ടിലെത്താറായപ്പോഴാണ് അവളുടെ ഇടത്തെ കയ്യിൽ അത്യാവശ്യം വലിയ മുറിവ് ഉണ്ടായിരുന്നത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടത്. പിന്നെ മുട്ടിൻ്റെ അവിടെ എന്തോ ചെറുതായിട്ട് ഉരഞ്ഞിട്ട് തൊലി എന്തോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പെയിനാണെന്ന് ആൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഫോക്ക് ഡാൻസർ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറാണ്. അതുകൊണ്ട് കളിച്ചതിൻ്റെ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കുന്നതാണ് വേണ്ട. ഏകദേശം 9 മണിയായി കഴിഞ്ഞപ്പോൾ നമ്മളത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ഫുഡാണ് പറഞ്ഞ കുട്ടികൾക്ക് അവരുടെ പാരൻസിനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഏർപ്പാടാക്കിയിട്ട് ഫുഡാണത്. അപ്പോൾ ആളുടെ അമ്മയാണത് ആൾക്ക് വാങ്ങി കൊടുക്കുന്നത്. അത് കഴിച്ചുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയമാണിത്. അപ്പോൾ ആൾക്ക് എൻ്റെ റിസൾട്ട് എത്രയാണോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.